നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? കുഞ്ഞേച്ചി പൊളിക്കൊന്ന് ഉറപ്പാ. ഫസ്റ്റ് അടിക്കൂ കുഞ്ഞേച്ചി. ഒന്ന് പോടി, കടന്നു കൂടി അമ്മ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷ ശാലിനി ഇത്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നീ തോറ്റു. ഇനി ഒരു മടങ്ങിവരവില്ല. എടാ ഒന്ന് വണ്ടി വേഗം വിടറ. അല്ല എന്താ ഇപ്പൊ ഇത്ര ധൃതിയുണ്ട്. എത്രയും പെട്ടെന്ന് നേരിൽ കാര്യം ബോധ്യപ്പെട്ട് നെല്ലും പതിരും തിരിക്കണം. നേരി കണ്ട് ബോധ്യപ്പെടാനോ? അപ്പൊ ഏതെങ്കിലും സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോയ കാര്യമല്ല. അല്ല പിന്നെന്താ? അമ്മേ എന്തേ പെട്ടെന്ന് എന്ത് പറ്റി? മോളെ, നീ ഇന്റർവ്യൂല് ജയിക്കുമെന്നതില് അമ്മയ്ക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലും വലുതാണല്ലോ കുടുംബം. മോളെ, നീ ഇന്റർവ്യൂവിന് പോയ കാര്യം വിഷ്ണുവല്ലേ അറിഞ്ഞിട്ടുള്ളൂ. സത്യാമ്മയോട് പറയാൻ പറ്റിയില്ലല്ലോ. മോളെ, സത്യാമ്മയ്ക്ക് നീ സത്യം ചെയ്ത് കൊടുത്തതല്ലേ സിവിൽ സർവീസ് മോഹമൊക്കെ വേണ്ടാന്ന് വെച്ചേക്കാന്ന്. ഇനി അവരുടെ അനുവാദം ഇല്ലാതെ ഇന്റർവ്യൂവിന് പോയെന്ന് അറിഞ്ഞാ ഈ അമ്മ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? എന്റെ അമ്മ കളക്ടർ ആവാനൊന്നും പോണ്ടെന്ന് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ സത്യമ്മ. പിന്നെ ഇന്റർവ്യൂവിന് പൊയ്ക്കൊള്ളാൻ പ്രീതിയുടെ ഇടപെടലിൽ സമ്മതിച്ചതാ സത്യമ്മ. പിന്നെ എനിക്ക് മുന്നിൽ ഒരു ഉപാധിയും വെച്ചു. നിന്റെ അനിയത്തെ നന്നാക്കാൻ നിനക്ക് ഒരാഴ്ച, അതായത് 7 ദിവസം. അതിനുള്ളിൽ നിനക്ക് നിന്റെ അനിയത്തെ നന്നാക്കാമെങ്കിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. എന്നിട്ട് ഇവള് നന്നായോ? എവിടെന്ന്? ശാരദാമ്മയുടെ അല്ലേ മോള്. പൊടി. എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇവള് നന്നായി. സത്യാമ്മ ആഗ്രഹിച്ചതുപോലെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞും വരാൻ പോന്നു. സത്യാമ്മയ്ക്കൊരു കുഞ്ഞിനെയൊക്കെ കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോ എനിക്ക് ഉറപ്പാ സത്യാമ്മ എന്നെ മടക്കി വിളിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂവിന് പോയ കാര്യം നമുക്ക് സമാധാനമായിട്ട് സത്യാമ്മയുടെ അടുത്ത് അവതരിപ്പിക്കാം. പോരെ? മതി എന്റെ ശാരദാമ്മേ, ഒന്നും പേടിക്കാതിരിക്കേ. അതുവരെ ഇന്റർവ്യൂവിന് പോയ കാര്യം സത്യാമ്മ അറിയാതിരുന്ന പോരെ? എങ്ങനെയെങ്കിലും അത് സത്യാമ്മ അറിഞ്ഞല്ലോ മോളെ. അതെങ്ങനെ അറിയാനാ? സത്യാമ്മയ്ക്ക് എന്താ ഇന്റർവ്യൂ ബോർഡിൽ പിടിപാടുണ്ടോ? അമ്മയൊന്ന് പോയേ. അമ്മയുടെ ഈ കാട് കയറിയുള്ള ചിന്ത കണ്ടിട്ടേ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. പൊടി. വേറെ ജോലിയൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമായത്. ഓ പിന്നെ. വേഗം പോയി ചോറെടുത്ത് വെച്ച്, അപ്പോഴേക്ക് ഞാൻ ഫ്രഷ് ആയി വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.